Hi all, welcome to TOS Academy. So, നമ്മൾ CTET-ന്റെ ഒരു സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടോസ് അക്കാഡമിയിൽ നമ്മൾ CTET-ന്റെ കോഴ്സ് പുതുതായിട്ട് ലോഞ്ച് ചെയ്യുവാണ്. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ, CTET എന്ന് പറയുന്ന എക്സാം ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലേ, സെൻട്രൽ ഗവൺമെന്റിന്റെ രീതിയിലുള്ള ടീച്ചിങ് എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് ഈ പറയുന്ന CTET എന്ന് പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ 7510555485 എന്ന നമ്പറിലേക്ക് കോൾ ചെയ്യുക. നമ്മൾ ഓൾറെഡി കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക കേട്ടോ. നമ്മുടെ ടോസ് അക്കാഡമിയുടെ ആപ്പിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും. ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും മോട്ടിവേഷൻ സെഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. വീക്കിലി എക്സാം, മന്ത്ലി റിവിഷൻ എക്സാംസ് ഒക്കെ ഉണ്ട്. വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ചെറിയൊരു പീരീഡ് ഓഫ് ടൈമിൽ പ്രിപ്പയർ ചെയ്ത് എക്സാം ക്വാളിഫൈ ചെയ്യാൻ നിങ്ങളെ ടോസ് അക്കാഡമി എലിജിബിൾ ആക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. അപ്പൊ ഈ ഒരു ഇത് കണ്ടിട്ട് എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളൊരു ഡിസിഷൻ നിങ്ങൾ തന്നെ എടുക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. PYQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. Read the following paragraph carefully and select the option which would correctly fill the blanks in the given order. Sound is produced by vibration and different musical instruments have specific vibrating parts. In a dash, the sound is produced by a stretched string. ഇതൊക്കെ നമ്മുടെ NCERT ബുക്കുകളിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട, അറിയില്ലെങ്കിലും NCERT ഒന്ന് പ്രിപ്പയർ ചെയ്തതിന് ശേഷം എക്സാം അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, in a dash, the sound is produced by stretched string. In a stretched stringലൂടെ ഏതിലാണ് വരുന്നത്? നമുക്ക് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ഒന്ന് വായിക്കാം, എന്നിട്ട് തിരിച്ചു വരാം. In a dash, it is a stretched membrane that vibrates, and in a dash, the vibrating part that produces a sound is the air column. Okay, so sitar, harmonium, dholak, ektara, mouth organ, guitar, tabla, shehnai, ektara, violin and piano. അപ്പോൾ ഇതിൽ ഒറ്റ ഓപ്ഷൻ നിങ്ങൾക്ക് വേഗം പ്ലോട്ട് ചെയ്യാൻ പറ്റും അല്ലേ? നോക്കിയേ, രണ്ടാമത്തെ നോക്കിയേ, ഇൻ എ ഡാഷ് ഇറ്റ് ഇസ് സ്ട്രെച്ച്ഡ് മെമ്മറൈൻ. സ്ട്രെച്ച്ഡ് മെമ്മറൈൻ എന്തിൽ മാത്രമേ ഉള്ളൂ? വയലിനിലാണ് അല്ലെ, ഹാർമോണിയത്തിലല്ല, എക്താരയിലല്ല, ഹാർമോണിയത്തിലല്ല, എക്താരയിലല്ല, വയലിനിലല്ല. സ്ട്രെച്ച്ഡ് മെമ്മറിയിൽ എന്തിൽ മാത്രമേ ഉള്ളൂ? തബലയിലാണ് അല്ലെ. അപ്പൊ ആ ഒരു കാര്യം അറിയെങ്കിൽ തന്നെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഇനി ചെക്ക് ചെയ്ത് നോക്കുക അത് കറക്റ്റ് കിട്ടുമോ എന്നുള്ളത്. ഇന്നെ ഗിറ്റാർ, the sound is produced by stretched string. കറക്റ്റ് ആണല്ലോ, ഗിറ്റാറിൽ stretched string ആണ്. In tabla it is by stretched membrane, and in a shehnai the vibrating part that produces sound is the air column. കണ്ട, എല്ലാം റൈറ്റ് ആൻസർ ആണ്. ഇതെല്ലാം എല്ലാ ഇൻസ്ട്രുമെന്റിനെ കുറിച്ച് അറിഞ്ഞില്ലെങ്കിലും ഒന്നിൽ നിന്ന് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇത്രയും എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യനുകളാണ് ഇതിനകത്ത് കാണുന്നത്. ചില ക്വസ്റ്റ്യൻസ് ടഫാണ്, എങ്കിലും അത് NCERT-യുടെ പ്രിപ്പറേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഐഡന്റിഫൈ ദ സെറ്റ് ഓഫ് മൈക്രോന്യൂട്രിയൻസ്. ന്യൂട്രിയൻസ് റിക്വയർഡ് ബൈ ദ പ്ലാന്റ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ്. വളരെ കുറച്ച് ക്വാണ്ടിറ്റീസിൽ മാത്രം പ്ലാന്റ്സിന് വേണ്ട മൈക്രോന്യൂട്രിയന്റ് ഏതൊക്കെയാണ്? പൊട്ടാസ്യം, മഗ്നീഷ്യം, കോപ്പർ, ഫോസ്ഫറസ്, കാൽഷ്യം, സൾഫർ, അലൂമിനിയം, ക്ലോറിൻ ആൻഡ് സിങ്ക്, അയൺ ആൻഡ് മാഗ്നീസ്. അപ്പോൾ ഇത് നമുക്ക് പഠിച്ചാൽ മാത്രമേ അറിയുള്ളൂ. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ വരുന്നത്. എന്തൊക്കെയാണ്? സിങ്കും അയണും മാംഗനീസുമാണ് ഒരു പ്ലാന്റിന് വളരെ സ്മോൾ ക്വാണ്ടിറ്റീസിൽ ആവശ്യമുള്ള മൈക്രോന്യൂട്രിയൻസ്. ഓക്കെ, സിങ്ക്, അയൺ ആൻഡ് മാംഗനീസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. Read the following statement carefully and select the correct option. Assertion, reason type question നമുക്ക് EVS-ലാണെങ്കിലും സയൻസിലാണ്, പേപ്പർ 1-ലാണെങ്കിലും പേപ്പർ 2-ലാണെങ്കിലും നമുക്ക് ധാരാളം കാണാം കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അസേർഷൻ എന്താണ്? The star in the night sky appeared to move from east to west. അത് കറക്റ്റ് ആണോ എന്നുള്ളത് ആദ്യം നമുക്ക് ഐഡിയ ഉണ്ടായിരിക്കണം. എന്താണ്? Stars in the night sky appeared to move from east to west. അതൊരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് റീസൺ ആണോ അടുത്തത് നോക്കുക. The earth rotates from west to east. ഓക്കെ, അപ്പോൾ എന്താണ്? The earth rotates from west to east. അത് ആദ്യം കറക്റ്റ് ആണോ നോക്കുക. കറക്റ്റ് ആണോ? യെസ്, earth rotates from west to east. അത് കറക്റ്റ് ആണ്. അപ്പോ ഏതാണ് വരിക? ഇനി ഇത് രണ്ടും കറക്റ്റ് ആണ് അല്ലെ, അത് കറക്റ്റ് ആണ്. ഇനി എയുടെ റീസൺ തന്നെയാണോ രണ്ടാമത് കൊടുത്തിരിക്കുന്നത്?
അതെ അല്ലെ. അപ്പോൾ സ്റ്റാർ ഇൻ ദ നൈറ്റ് സ്കൈ മൂവ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്, ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണ് സ്റ്റാർ മൂവ് ചെയ്യുന്നത്. അതിന്റെ റീസൺ ഇത്രയേ ഉള്ളൂ, എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് സ്റ്റാർസ് അങ്ങനെ പോകുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ. എയും ആറും ബോത്ത് ആർ കറക്റ്റ് ആൻഡ് ആർ ഇസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ എ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ഈസ്റ്റ് ടു വെസ്റ്റ്. അപ്പൊ ഇപ്പൊ നമ്മൾ റാൻഡം ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം പരിചയമായിട്ടുള്ള ഫാക്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് അറിയില്ല. ബട്ട് വൺസ് ടോപ്പിക് കവർ ചെയ്തിട്ട് ഈ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ റസ്റ്റിംഗ് ഓഫ് അയൺ ഇസ് ട്രൂ? ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ്? ഇറ്റ് ഇൻവോൾവ്സ് എ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ അയൺ ആൻഡ് ഓക്സിജൻ. ശരിയല്ലേ? ആണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് അറിയാം, റസ്റ്റിംഗ് ഇരുമ്പ് തുരുമ്പിക്കുന്ന പ്രോസസ് ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം, നമ്മൾ പുറത്ത് എവിടെയെങ്കിലും ഒക്കെ കൂട്ടിയിട്ടിരിക്കുന്ന ഇരുമ്പുകളായിരിക്കും തുരുമ്പിക്കുന്നത് അല്ലെ. ഇപ്പൊ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ മേടിച്ചു, ശേഷം ആവശ്യം കഴിഞ്ഞു, പിന്നെ അതിന്റെ ഉപയോഗം വന്നില്ല, അല്ലെങ്കിൽ ഉപയോഗിച്ചതിന്റെ മിച്ചമൊക്കെ ആയിട്ടായിരിക്കും അവിടെ കിടക്കുന്നത് അല്ലെ. അപ്പൊ ഇറ്റ് ഇൻവോൾവ്സ് എ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ അയൺ ആൻഡ് ഓക്സിജൻ അല്ലെ. കറക്റ്റ് ആണ്. അറ്റ്മോസ്ഫിയറിൽ ഓക്സിജനുമായിട്ട് അയണിന്റെ റിയാക്ഷൻ ആണ് ആ ഒരു പ്രോസസ്. ഇറ്റ് ഈസ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയണം. ആക്ച്വലി റസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഹൈലി എക്സോതെർമിക് ആയിട്ടുള്ള ആക്ഷൻ ആണ്. പക്ഷെ അത് വളരെ സ്ലോ ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും ഒരു ടെമ്പറേച്ചർ ഇൻക്രീസ് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ ഹീറ്റ് ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത്രയും സ്ലോ ആയതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കൂടുന്ന എന്താ പറയാ ആ ഒരു ടെമ്പറേച്ചർ കൂടുതൽ നമ്മൾക്ക് ഫീൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ഹീറ്റ് എന്ന് പറയുന്നത് ലോസ്റ്റ് ആയി പോകും. അതാണ് അതിന്റെ റീസൺ. അപ്പൊ എക്സോതെർമിക് റിയാക്ഷൻ ആണത്. ഓക്കെ, ഇറ്റ് ക്യാൻ ടേക്ക് പ്ലേസ് അറ്റ് റൂം ടെമ്പറേച്ചർ. ശരിയാണ് അല്ലെ. കാരണം നമ്മൾ നമ്മുടെ വീടിന്റെ മുറ്റത്തൊക്കെ ഇട്ടിരിക്കുന്ന അല്ലെങ്കിൽ സൈഡിലേക്കൊക്കെ മാറ്റിയിട്ടിരിക്കുന്നതാണ് റെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അത് റൂം ടെമ്പറേച്ചറിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ. അത് ശരിയാണോ? ഇല്ല അല്ലെ. ഇപ്പൊ തുരുമ്പിച്ചിരിക്കുന്ന കമ്പി പിന്നെ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. അത് റിവേഴ്സിബിൾ ആയിരുന്നെങ്കിൽ അത് നമുക്ക് റിവേഴ്സ് ചെയ്ത് ഉപയോഗിക്കാമായിരുന്നു. അപ്പൊ അത് പറ്റില്ല. അപ്പൊ ഏതാണ് റൈറ്റ് ആൻസർ? ആൻസർ 4 ആണ്. എ ബി സി കറക്റ്റ് ആണ് അല്ലെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ബി സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പ്രത്യേകിച്ച് പറയണ്ട അല്ലെ. എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഏരിയ എന്നുള്ളത് നമ്മൾ പഠിക്കുന്ന കാലം തൊട്ടേ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമ്മൾ സയൻസ് പഠിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കെമിസ്ട്രിയുടെ ടോപ്പിക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പം ഓരോ കാര്യങ്ങളും അവയുടെ കെമിക്കൽ നെയിമുകളും. ഓക്കെ, എന്താണ് ഇപ്പൊ വരിക? സ്ലേക്കഡ് ലൈം എന്നറിയപ്പെടുന്ന എന്താണ്? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് അല്ലെ. നിങ്ങൾ പഠിക്കാതെ നമുക്ക് കിട്ടില്ല കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. അപ്പൊ എ എന്ത് വരും? A4 അല്ലെ. ഇനി A4 വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയുണ്ട്? ഓപ്ഷൻ 1 ഉണ്ട്, ഓപ്ഷൻ 4 ഉണ്ട്. കണ്ടോ? ഇനി ടേബിൾ സോൾട്ട് എന്ന് വെച്ചാൽ എന്താണ്? സാധാ നമ്മുടെ ഉപ്പ് അല്ലെ. അത് ഏതാണ്? സോഡിയം ക്ലോറൈഡ്. അപ്പൊ ബി ഏത് വരും? 6 വരും അല്ലെ. അപ്പൊ B6 വരുന്ന ഏതാണ്? B6 വരുന്ന ഓപ്ഷൻ 1 മാത്രമേ ഉള്ളൂ. അപ്പൊ ആൻസർ കിട്ടിക്കഴിഞ്ഞു ഓപ്ഷൻ 1 ആണ്. ഓക്കെ, പക്ഷെ അത് പോരാ, നിങ്ങൾ ഇതിലെല്ലാം അറിഞ്ഞിരിക്കണം കേട്ടോ. ചിലപ്പോൾ നാളെ വ്യത്യസ്തമായിട്ടുള്ള ചോദ്യമായിട്ട് 1-2 വെച്ച് ചോദിക്കും. അപ്പൊ നിങ്ങൾ പഠിച്ചിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. സ്ലേക്കഡ് ലൈം എന്ന് പറയുമ്പോൾ എന്താണ്? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് സ്ലേക്കഡ് ലൈം. ടേബിൾ സോൾട്ട് പറഞ്ഞു, സോഡിയം ക്ലോറൈഡ് ആണ്. ലൈം സ്റ്റോൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലൈം സ്റ്റോൺ ഇസ് കാൽഷ്യം കാർബണേറ്റ് ആണ്. ലൈം സ്റ്റോൺ ഇസ് കാൽഷ്യം കാർബണേറ്റ്. കോസ്റ്റിക് സോഡ എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. എന്താണ്? കോസ്റ്റിക് സോഡ ഈസ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ക്യുക്ക് ലൈം എന്താണ്? വളരെ ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്യുക്ക് ലൈം ഈസ് കാൽഷ്യം ഓക്സൈഡ് ആണ് ക്യുക്ക് ലൈം എന്ന് പറയുന്നത്. ബേക്കിംഗ് സോഡ പറയണ്ടല്ലോ. ബേക്കിംഗ് സോഡ എന്താണ്? സോഡിയം ബൈകാർബണേറ്റ് ആണ് അല്ലെ. അപ്പൊ ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ. ഇതിലെ എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്ത പെഡഗോഗി ഏരിയയിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. എ ഫാക്ട് ഇസ് an observation that has repeatedly been found to be true over the time. അല്ലെ. എന്താണ് ഒരു ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കാം. സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് അല്ലെ. അതൊരു ഫാക്ട് ആണ്. അപ്പൊ എങ്ങനെയാണ് ആ ഫാക്ട് വന്നത്? അതായത് നമ്മൾ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ എല്ലാ സമയവും അത് അങ്ങനെ തന്നെയാണ് അല്ലെ. അപ്പൊ അത് റിപ്പീറ്റഡ്ലി നമ്മൾ ഓവർ ദ ടൈം നമ്മളത് വാച്ച് ചെയ്തിട്ടാണ് നമ്മളതൊരു ഫാക്ട് ആണെന്നുള്ളത് മനസ്സിലാക്കിയത്. അപ്പോൾ ഫാക്ട് കറക്റ്റ് ആണോ? യെസ് അല്ലെ. അതിന്റെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഫാക്ട്
is an observation that is repeatedly be found to be true over the time. B എന്താണ്? A law is a theory that is repeatedly be found to be true all the time. ശരിയാണോ? അത് തെറ്റാണ് അല്ലെ? അപ്പൊ എന്തായാലും ഇത് കറക്റ്റ് ആണെങ്കിൽ ഇത് തെറ്റായിരിക്കും. ഇപ്പൊ ലോ എന്ന് പറയുന്ന ആക്ച്വലി എന്താണ്? ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന വിച്ച് ഷുഡ് ബി സ്ട്രിക്ട്ലി ഫോളോഡ്, അതാണ് ലോ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഇവിടെ ഏതാണ് റൈറ്റ്? ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? ഇത് പെഡഗോഗിയിൽ നിന്ന് വരുന്ന ഒരു ടോപ്പിക് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ റെസ്പോൺസിബിൾ ഫോർ ആസിഡ് റെയിൻ? ആസിഡ് റെയിൻ റെസ്പോൺസിബിൾ ഏതാണ്? നൈട്രജൻ, ഓക്സിജൻ, ഓസോൺ, സൾഫർ ഡയോക്സൈഡ്, നൈട്രിക് ആസിഡ്. ഏതാണ് ആസിഡ് റെയിനിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? നമുക്കറിയാം എന്തൊക്കെയാണ്. സൾഫർ ഡയോക്സൈഡും നൈട്രിക് ഓക്സൈഡും ആണ് അല്ലെ? അപ്പൊ ഓപ്ഷൻ ഡി ആൻഡ് ഡി ആണല്ലോ. അപ്പൊ ഇത് ഏതിലാ വരിക നോക്കുക? ഓപ്ഷൻ 4 ഡി ആൻഡ് ഡി ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? ഓപ്ഷൻ 4 ഡി ആൻഡ് ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ആസിഡ് റെയിൻ അല്ലെ? ആസിഡ് റെയിനിന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എന്താണ്? നമ്മുടെ ഡൽഹിയിലെ താജ്മഹൽ അല്ലെ? അതിന്റെ ആ ഒരു മാർബിളിന്റെ ആ ഒരു ഗ്ലോസി ആയിട്ടുള്ള ടെക്സ്ചർ ഒക്കെ ഡീകേ ചെയ്യാനുള്ള റീസൺ എന്താണ്? ആസിഡ് റെയിൻ ആണ് അല്ലെ? ഇപ്പൊ ഡൽഹി ഭാഗങ്ങളിലൊക്കെ എന്താണ്? ധാരാളം ഫാക്ടറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ പുറന്തള്ളുന്ന ധാരാളമായിട്ട് വരുന്ന പൊള്ളൂട്ടൻസ്, അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് സൾഫർ ഡയോക്സൈഡും നൈട്രിക് ഓക്സൈഡും ആണ്. ഇത് ജലവുമായിട്ട് ചേർന്ന് കഴിയുമ്പോഴാണ് കൂടുതൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ? ആസിഡ് റെയിൻ. ക്ലിയർ ആണല്ലോ? സോ okay, next question നോക്കുക. Identify the correct statement from the following. Generally, non-metals do not react with water. Non-metals ജലവുമായിട്ട് റിയാക്ട് ചെയ്യില്ല. അത് കറക്റ്റ് ആണോ? ആക്ച്വലി കറക്റ്റ് ആണ് അല്ലെ? നോൺ-മെറ്റൽസ് ജനറലി വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യില്ല. പക്ഷെ എന്താണ് റിയാക്ട് ചെയ്യുക? നോൺ മെറ്റൽ ഓക്സൈഡുകളാണ് റിയാക്ട് ചെയ്യുക അല്ലെ? ഇത് റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? ആസിഡ് ഫോം ചെയ്യും. ഓക്കെ, നമുക്കറിയാം, നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. നോൺ മെറ്റൽസ് ഡു നോട്ട് റിയാക്ട് വിത്ത് ആസിഡ്. അത് ശരിയാണോ? അതാണ് അടുത്ത ക്വസ്റ്റ്യൻസ്. ഓക്കെ, non-metals do not react with acid. Okay, അപ്പോൾ അതും ഒരു റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നോൺ മെറ്റൽസ് നോർമലി ദേ ഡു നോട്ട് റിയാക്ട് വിത്ത് ആസിഡ് അല്ലെ? മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും അല്ലെ? സിങ്ക് പ്ലസ് HCl ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിങ്ക് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസിനെ ഒക്കെ ലിബറേറ്റ് ചെയ്യുന്ന പഠിച്ചിട്ടുണ്ട് അല്ലെ? നോൺ മെറ്റൽസ് ദേ നോർമലി ഡു നോട്ട് റിയാക്ട് വിത്ത് എന്താ? ആസിഡ്സ്. ഓക്കെ, ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക, നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ബോത്ത് എ ആൻഡ് ബി രണ്ടും കറക്റ്റ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ ബോഡി ഹാസ് എ ലീനിയർ മൊമെന്റം ഓഫ് P ആൻഡ് മാസ് ഓഫ് M. The kinetic energy of the body is. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഇക്വേഷൻ അറിയാത്ത ആരും ഉണ്ടാവില്ല അല്ലെ? എന്താണ് ആൻസർ വരുന്നത്? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എന്താണ്? ഹാഫ് mv² എന്നാണ് അല്ലെ? നമുക്കറിയാം അല്ലെ? ഇതിനകത്ത് നമുക്ക് എന്തറിയാം? P is equal to mv ആണ്. മൊമെന്റം P is equal to mv ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇവിടെ എല്ലാം പിയുടെ ടേംസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും? ഇവിടെ m² v² ആണ്, നമുക്ക് p² എന്ന് കൊടുക്കാം അല്ലെ? അപ്പൊ ഒരു ബൈ m ചെയ്തിട്ട് ഇവിടെ സ്ക്വയർ ഇട്ട് കൊടുക്കുക. അപ്പം ഇക്വേഷനിൽ മാറ്റമൊന്നുമില്ല. അപ്പൊ ഹാഫ് 1/2m m² v², അതായത് 1/2m into p². അപ്പൊ ആൻസർ എന്ത് വരും? p²/2m. ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ധാരാളം ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ബേസ് ചെയ്ത് പ്രോബ്ലംസും തരാവുന്നതാണ്. പിയുടെ ഒക്കെ വാല്യൂ തരിക, അല്ലെങ്കിൽ വാല്യൂ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതിയിലും കൂടെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് മൊമെന്റം ആണെങ്കിൽ p²/2m, ഇൻ ടേംസ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ആണെങ്കിൽ ഹാഫ് mv², ഇൻ ടേംസ് ഓഫ് വെലോസിറ്റി ആണെങ്കിൽ എന്താണ്? ഹാഫ് mv². അപ്പൊ ഇതൊക്കെ നമുക്ക് ഇനി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ഓൾറെഡി നമ്മുടെ മൈൻഡിലുള്ള കാര്യങ്ങളായിരിക്കും അല്ലെ? ജസ്റ്റ് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്ത് എടുത്താൽ മാത്രം മതിയായിരിക്കും. ഓക്കെ,
ഓക്കെ, അടുത്ത പെഡഗോഗിയിൽ നിന്നുള്ള ഒരു ടോപ്പിക് ആണ് നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ സ്ട്രാറ്റജി ഫോർ ഇൻട്രൊഡ്യൂസിംഗ് ദ സ്റ്റുഡന്റ് ടു ദ കോൺസെപ്റ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ അപ്പർ പ്രൈമറി ലെവൽ. കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് സ്റ്റുഡന്റിനെ പരിചയപ്പെടുത്തണം. ലെവൽ നോക്കുക, അപ്പർ പ്രൈമറി ലെവലാണ് കേട്ടോ. ഇപ്പൊ ഒരു UP ലെവലിലൊക്കെയാണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഏത് മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്? എന്താണ്? എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് വാലൻസ് ഇലക്ട്രോൺ ആൻഡ് ഇലക്ട്രോൺ. ഇപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുമ്പോൾ എപ്പോഴും സ്റ്റുഡന്റ് സെന്റേർഡ് ആയിട്ട് വരുന്ന ആൻസർ എന്താണെന്നുള്ളത് നോക്കുക കേട്ടോ. അപ്പൊ അതായിരിക്കും മോസ്റ്റ്ലി കറക്റ്റ് ആൻസർ. നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ ചിലപ്പോൾ ഒരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യും കറക്റ്റ് ആയിട്ട് സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. Write the chemical equations in symbolic form and ask students to observe. Define a chemical reaction and give example. ഇപ്പൊ ഇത് മൂന്നും ആക്ച്വലി ടീച്ചർ ചെയ്യുന്ന കാര്യമാണ് അല്ലെ. സ്റ്റുഡൻസിന്റെ ഇൻവോൾവ്മെന്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടാവും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. എന്നാൽ നാലാമത്തെ ഓപ്ഷൻ നോക്കാം. Hold a discussion on chemical reaction which students are likely to have observed in their ലൈഫ്സ്. കണ്ടോ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ കുട്ടികളോട് റിയാക്ഷനുകളെ കുറിച്ച് ചോദിക്കാം അല്ലെ. അപ്പൊ അവര് കുറെ കാര്യങ്ങൾ പറയും. അപ്പൊ അതിനകത്ത് നമ്മൾ കെമിക്കൽ റിയാക്ഷനുകൾ അല്ലെ, അതിനെക്കുറിച്ച് ഓരോ ഡിസ്കഷൻസ് വെക്കുക, അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. ഇങ്ങനത്തെ ഒരു ഇത് വരുമ്പം അവിടെ കുട്ടി ഇൻവോൾവ് ആണ്. അപ്പൊ ആ കുട്ടിക്ക് അത് കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ട് അത് മനസ്സിൽ നിൽക്കുന്നുണ്ടാവും, എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷൻ എന്നുള്ളത് അല്ലെ, കൂടുതൽ എക്സാമ്പിളുകളിലൂടെയൊക്കെ. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പെഡഗോഗി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്ന എപ്പോഴും ആൻസർ നമ്മൾ ചൂസ് ചെയ്യുന്ന ആൻസറിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തരുവാണെങ്കിൽ ഇത്രയും ചിന്തിച്ചാൽ മതി. ഒരു സ്റ്റുഡന്റ് സെന്റേർഡ് ആയിട്ടുള്ള കാര്യം എന്താണ്, അല്ലെങ്കിൽ സ്റ്റുഡന്റിനെ ആക്റ്റീവ് ആയിട്ട് വെക്കുന്ന രീതിയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അങ്ങനത്തതായിരിക്കും മിക്കവളും തന്നെ ആൻസർ കറക്റ്റ് ആയിട്ട് വരാറ്. അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ 4 ആണ്. ടു ഹോൾഡ് എ ഡിസ്കഷൻ ഓൺ കെമിക്കൽ റിയാക്ഷൻസ് വിത്ത് സ്റ്റുഡൻസ് ആർ ലൈക്ലി ടു ഹാവ് ഒബ്സർവ്ഡ് ഇൻ ദെയർ ലൈഫ്സ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കണ്ടിട്ടുള്ളത്. ഇത് പെഡഗോഗിയിലെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. Assertion ആണ്. Read the following statement and select the correct option ആണ്. Assertion, dried raisins. Raisins എന്ന് വെച്ചാൽ എന്താണ്? ഉണക്കമുന്തിരി അല്ലെ. When left in plain water for some time swell due to osmosis. ഓസ്മോസിസ് കാരണം കൊണ്ട്. എന്താണ് ഓസ്മോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ കോൺസെൻട്രേറ്റഡ് ഏരിയ നിന്ന് ലോവർ കോൺസെൻട്രേറ്റഡ് ഏരിയയിലേക്കുള്ള വാട്ടറിന്റെ ഫ്ലോയിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓസ്മോസിസ് എന്ന് വിളിക്കുന്നത് അല്ലെ. ഇനി റീസൺ നോക്കിക്കേ. Plant cells have a selectively permeable cell membrane. Plant cells have a selectively permeable ആയിട്ടുള്ള സെൽ മെംബ്രെയിൻ ആയിരിക്കാം അതിന്റെ റീസൺ അല്ലെ. കറക്റ്റ് ആണോ? ഓപ്ഷൻ എയും കറക്റ്റ് ആണ്, ഓപ്ഷൻ ബിയും കറക്റ്റ് ആണ്. ഇനി ചെക്ക് ചെയ്യേണ്ടത് എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ ആർ എന്നുള്ളതാണ് അല്ലെ. അത് കറക്റ്റ് ആണല്ലോ. എയും ആറും കറക്റ്റ് ആണ്. ആൻഡ് ആർ ഇസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ എ ആണ് അല്ലെ. അപ്പം സെല്ലിന്റെ വാൾസ് എന്ന് പറയുന്നത് സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. അതുകൊണ്ട് തന്നെയാണ് വാട്ടറിന് അതിൽ എൻ്റർ ചെയ്ത് പോവാൻ പറ്റുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ. എന്താണ്? എ ആൻഡ് ആർ ബോത്ത് ആർ കറക്റ്റ് ആൻഡ് ആർ ഇസ് എ കറക്റ്റ് ആൻസർ ഓഫ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഓപ്ഷൻ 1 ആണ് റൈറ്റ്. ക്ലിയർ ആണല്ലോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. Which of the following പെഡഗോഗിയിലെ ടോപ്പിക് ആണ്? Which of the following would be most suitable strategy to introduce the topic deficiency diseases at upper primary level? Deficiency disease നോക്കുക ആൻസർ. Provide a definition of balanced. അപ്പൊ ഡെഫിനിഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരിക്കലും അല്ല കേട്ടോ, കാരണം അതൊക്കെ റോഡ് മെത്തേഡ് ആണ്. അപ്പൊ അതൊന്നും നമ്മളിപ്പം നിലവിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാത്ത രീതികളാണ്. അപ്പൊ പ്രൊവൈഡ് എ ഡെഫിനിഷൻ ഓഫ് ബാലൻസ്ഡ് ഡയറ്റ് ആൻഡ് ഇൻട്രൊഡ്യൂസ് എ കൺസെപ്റ്റ് ഓഫ് ഡെഫിഷ്യൻസി. അതിൽ നമുക്ക് ഒരു സ്റ്റുഡന്റിന് റോൾ ഇല്ല അല്ലെ. അടുത്ത arrange for doctor's prescription pertaining to a deficiency disease and hold a discussion around it. അത് വലിയ കുഴപ്പമില്ല അല്ലെ. ഒരു കുട്ടിയുടെ ഡിസ്കഷൻ വരുന്നുണ്ട്, ഡോക്ടറിന്റെ ഒരു കൺസൾട്ടേഷനും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഐഡിയ, ഒതന്റിക് ആയിട്ടുള്ള ഐഡിയ കിട്ടും. മൂന്നാമത്തെ ലിസ്റ്റ് ദ വേരിയസ് ന്യൂട്രിയൻസ്. ലിസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു പാസീവ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അല്ലെ. ലിസ്റ്റ് ദ വേരിയസ് ന്യൂട്രിയൻസ് ആൻഡ് ഫങ്ഷൻസ് ദേ പെർഫോം ഇൻ ദി ഹ്യൂമൻ ബോഡി. അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. ആൻഡ് ഫോർത്ത് വൺ, ഹോൾഡ് എ ഡിസ്കഷൻ ഓൺ കോമൺ ഹ്യൂമൻ ഡിസീസ്. കണ്ടോ, ഇവിടെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് 2ഉം 4ഉം ആണ് ഡൗട്ട് വരുന്നത് അല്ലെ. ഇത് രണ്ടും ഡിസ്കഷൻ ആണ്, കുട്ടികളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട് അല്ലെ. അപ്പൊ നോക്കിക്കേ, ഇതിൽ കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് നോക്കുക. ഹോൾഡ് എ ഡിസ്കഷൻ ഓൺ കോമൺ ഹ്യൂമൻ ഡിസീസ് അല്ലെ. അപ്പൊ അതിൽ കറക്റ്റ് ആയിട്ട് ഡെഫിഷ്യൻസി ഡിസീസ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. എന്നാൽ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക,
arrange for a doctor's prescription pertaining to a deficiency disease and hold a discussion on it. കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ടുള്ള കുറച്ചുകൂടെ ഒതന്റിക് ആയിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ 2 ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 2 ആണ് നിങ്ങൾ റൈറ്റ് ആൻസർ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ എപ്പോഴും ഓപ്ഷൻ നന്നായിട്ട് വായിക്കുക. മോസ്റ്റ് ആപ്റ്റ് ആയിട്ടുള്ളതായിരിക്കണം നിങ്ങളുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഇതും ശരിയല്ലേ അതും ശരിയല്ലേ എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. 4 ഓപ്ഷനിൽ ചിലപ്പോൾ എല്ലാ ഓപ്ഷനും ശരിയാവുന്ന രീതിയിൽ ഉണ്ടാവും. പക്ഷെ അതിൽ ഒരെണ്ണമാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിലെപ്പോഴും ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. ക്ലിയർ ആണല്ലോ? Okay, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. Dash is a device which is used to see around corners and is based on the principle of y. X and y എന്താണെന്ന് കണ്ടുപിടിക്കണം. നോക്കിക്കേ, to see used to see around corners അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ടെലിസ്കോപ്പ്, കാലിഡോസ്കോപ്പ്, പെരിസ്കോപ്പ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയ കോർണേഴ്സ്, അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പെരിസ്കോപ്പ് അല്ലെ. നിങ്ങളത് ഡിവൈസ് നിങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ കട്ട് ചെയ്തിട്ട് ആംഗിൾ ഒക്കെ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ ബിൽഡ് ചെയ്യേണ്ട ഒരെണ്ണമാണ് അല്ലെ പെരിസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പൊ എന്താണ്? ബേസ്ഡ് ഓൺ ദ കോർണേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്. ഏത് പ്രിൻസിപ്പിളിലാണത് ബേസ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ് വരിക? പെരിസ്കോപ്പ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ റിഫ്ലക്ഷൻ ആണോ ഡിസ്പേർഷൻ ആണോ? ബേസ്ഡ് ഓൺ റിഫ്ലക്ഷൻ ആണ് അല്ലെ. ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. Which of the following is not desirable with respect to carrying out a classroom demonstration by a teacher? ഇതിനകത്ത് ഏതാണ് അനുയോജ്യമല്ലാത്തതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ 1 നോക്കുക. Rehearse a demonstration before carrying out in a class. Which of the following is not desirable with respect to carrying out a classroom demo by a teacher? അപ്പൊ ടീച്ചർ ഒന്ന് റിഹേഴ്സ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല അല്ലെ. കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാനൊന്ന് പഠിച്ച് റിഹേഴ്സ് ചെയ്യുന്നൊന്നും പ്രശ്നമല്ല. Emphasize beforehand the linkages that students are required to make. Supplement the demonstration with explanation. Follow up the demonstration with the discussion. Okay. അപ്പോൾ നോക്കിയേ, സപ്ലിമെന്റ് ദ ഡെമോൺസ്ട്രേഷൻ വിത്ത് എക്സ്പ്ലനേഷൻ. അപ്പൊ നമ്മളൊരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു, ശേഷം നമ്മൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, അതും കുഴപ്പമില്ല. ആൻഡ് ഫോളോ അപ്പ് ദ ഡെമോൺസ്ട്രേഷൻ വിത്ത് ഡിസ്കഷൻ, അതും കുഴപ്പമില്ല. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക. എംഫസൈസ് ബിഫോർ ഹാൻഡ് ദ ലിങ്കേജസ് ദാറ്റ് സ്റ്റുഡൻസ് ആർ റിക്വയർഡ് ടു മേക്ക്. കണ്ടോ, ഒരു ഡെമോൺസ്ട്രേഷൻ വരുന്നതിന് മുന്നേ തന്നെ അതിനെക്കുറിച്ച്, ഇപ്പൊ പൊതുവെയൊക്കെ നമ്മുടെ ലാബുകളിലൊക്കെ അതാണ് ചെയ്യാറ് അല്ലെ. പക്ഷെ തെറ്റായിട്ടുള്ള ഒരു മാർഗമാണ്, രീതിയാണ്. നമ്മുടെ ടീച്ചേഴ്സ് പറയും നാളെ ലാബ് ഉണ്ട്, ഇന്ന കാര്യങ്ങൾ പഠിക്കണം, അതിന്റെ റിക്വയർമെന്റുകൾ പ്രൊസീജിയറുകൾ എല്ലാം പഠിച്ച് കാണാതെ പഠിച്ച് എഴുതി കാണിച്ചിട്ട് ലാബിൽ കയറ്റുള്ളൂ എന്ന് പറയും അല്ലെ. ഒരുപക്ഷെ നമുക്ക് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാനാവും, പക്ഷെ ഇതല്ല അത് കറക്റ്റ് വേ എന്ന് പറയുന്നത്. കാരണം എന്താണ്? കാരണം നമുക്ക് ഈ ഇൻസ്ട്രുമെന്റുകൾ ഏതാണെന്നൊന്നും ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കില്ല അല്ലെ. കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ശരി, പക്ഷെ ഫസ്റ്റ് ടൈം ലാബിലാണെങ്കിൽ നമുക്ക് വെർനിയർ കാലിപ്പറിനെ കുറിച്ചാണ് പഠിക്കാനുള്ളതെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? അത് എന്താന്ന് പോലും നമുക്ക് അറിയില്ല അല്ലെ. അപ്പൊ എന്താ നമ്മൾ പഠിക്കുക? അപ്പൊ അതിലൊരു മീനിങ് ഇല്ലാത്ത കാര്യമാണ്. അപ്പൊ എംഫസൈസ് ബിഫോർ ഹാൻഡ് ദ ലിങ്കേജസ്. അപ്പൊ അങ്ങനെ മുമ്പ് കുട്ടികൾക്ക് ഒന്നും കൊടുക്കണ്ട, കുട്ടികളെ ലാബിലേക്ക് കൊണ്ടുവരിക, ടീച്ചേഴ്സ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുക, ശേഷമാണ് മറ്റു കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള എക്സ്ട്രാ എക്സ്പ്ലനേഷൻസും അതിനെക്കുറിച്ചുള്ള മറ്റു ഡിസ്കഷൻസും ഒക്കെ ശേഷമാണ് നിങ്ങൾ ക്യാരി ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇസ് നോട്ട് ഡിസൈറബിൾ ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഓപ്ഷൻ 2 വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഈ വർഷങ്ങളിലൊക്കെ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണുന്ന കുറെ ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക, PYQs നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം CTET എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ഇപ്പൊ നമ്മൾ ക്യാരി ഓൺ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ CTET കോച്ചിങ് നമ്മുടെ ടോസ് അക്കാഡമിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഗൈഡൻസ് വേണമെങ്കിൽ 7510155485 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.